എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് നോക്കാം നമ്മുടെ ചികിത്സയ്ക്ക് വേണ്ടുന്ന ചിലവുകൾ അല്ലേ. ഇന്ന് ഏത് ചികിത്സയായിക്കോട്ടെ ഒത്തിരി പൈസ വേണം നമുക്ക് ചികിത്സയ്ക്ക് വേണ്ടിയിട്ട്. എന്നാൽ ഇപ്പോൾ നമ്മുടെ ഒരു ഫാമിലിയിൽ ഹസ്ബൻഡ് വൈഫ് മക്കൾ മാത്രം ആണെങ്കിൽ പേരൻസ് ഇങ്ങനെ ഒരു കുടുംബം, ആ ഗൃഹനാഥൻ കൂലിപ്പണി എടുക്കുന്നതാണെങ്കിൽ എല്ലാ ദിവസവും പോയാൽ മാത്രമേ ഒരാഴ്ച എത്തുമ്പോൾ അദ്ദേഹത്തിന് ആ വരുമാനം ഉണ്ടാകുന്നുള്ളൂ. അപ്പം ചിലപ്പം വൈഫിന് ജോലി ചെയ്യാൻ പോകാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു രോഗം വരികയാണെങ്കിൽ നമ്മളെ വീട്ടിൽ വരുന്ന വരുമാനം അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നത് കാണാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ അദ്ദേഹം പിന്നെ എപ്പോഴാണോ പൂർണ്ണ ആരോഗ്യവാനാകുന്നത് അപ്പോഴേ അദ്ദേഹത്തിന് പണിയെടുത്ത് പിന്നെയും വീട്ടിലെ കാര്യങ്ങൾക്ക് ഏൺ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. പക്ഷെ നിങ്ങളൊന്ന് നോക്കിയാട്ട് അതിന് ഒരുപാട് പൈസ വേണ്ടി വരും ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് അല്ലേ. അദ്ദേഹത്തിന് പണിക്ക് പോകാൻ കഴിയാത്ത സമയത്ത് വീട്ടിലെ ചിലവുകൾ വഹിക്കണം, കുട്ടികളുടെ കാര്യങ്ങൾ വഹിക്കാനുണ്ട്, ഇതൊക്കെ വേണ്ടി വരും. ഇനിയിപ്പം വൈഫിന് ജോലി ഉണ്ടെങ്കിൽ തന്നെ വൈഫ് എന്ത് വേണം, ഇതിൻ്റെയും കൂടി മാനേജ് ചെയ്ത് കൊണ്ടുവരേണ്ടി വരും. ആ ടൈമിൽ കുറച്ചൊരു സ്ട്രഗിളായിരിക്കും, ഹസ്ബൻഡിൻ്റെ ചികിത്സാ ചിലവ് എല്ലാം കൂടിയിട്ട്. അതിന് വൈഫിന് അസുഖം വന്നാലും രണ്ടുപേരും തമ്മിലുള്ള ഇൻകത്തിൽ മാറ്റം ഉണ്ടാകുന്നു. അത് കുറച്ച് ടൈം നമ്മുടെ ജീവിതത്തിനൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും. പക്ഷേ നിങ്ങൾ നോക്കിയാട്ടെ, അക്യുപഞ്ചർ പോലെ ഒരു ചികിത്സാ രീതി നിങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വിശപ്പ് നന്നേ കുറവായിരിക്കും. വിശപ്പ് നോക്കി ഭക്ഷണം കഴിക്കുമ്പോൾ ആകെ 2 നേരം മാത്രമേ ഭക്ഷണം കഴിക്കേണ്ടി വരുള്ളൂ. അപ്പോൾ ആ പ്രിപ്പറേഷൻ ടൈം നിങ്ങൾക്ക് ലാഭിക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഭക്ഷണത്തിൻ്റെ മാത്രമല്ല, നിങ്ങൾക്ക് അതപ്പം സാധനം വാങ്ങുന്നതിൻ്റെ ആ ഒരു പൈസ അത്രയും ചിലവാകുകയില്ല. അതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് ചികിത്സിക്കുന്നതിന് ഒരു അക്യുപഞ്ചറിസ്റ്റിൻ്റെ അടുക്ക പോയി കഴിഞ്ഞാൽ വരുന്നില്ല, ആകെ വേണ്ടത് അയാൾക്ക് കൊടുക്കുന്ന ഒരു ഫീസ്. അതും ഈ ആഴ്ച പോയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ആഴ്ചയെ പോകണ്ടു, ആഴ്ചക്ക് ഒരു ദിവസമേ പോകേണ്ട ആവശ്യമുള്ളൂ. അതിലിടയ്ക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ അദ്ദേഹത്തിനോട് വിളിച്ച് ചോദിച്ചുകൊണ്ട് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ അസുഖം മാറുന്നത് കാണാൻ വേണ്ടി പറ്റും. അയാൾ പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അസുഖം എന്താണോ ആ ടൈം കൂടിയത് അത് മാറിപ്പോകുന്നത് കാണാം. ഇങ്ങനെ വളരെ സുഗമമായിട്ട് ആദ്യമായിട്ട് അക്യുപഞ്ചർ ട്രീറ്റ്മെൻറ്റ് സ്വീകരിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. നമ്മുടെ ഇത്ര നാളുള്ള പാറ്റേൺ ആയിരിക്കില്ല. അത് കഴിഞ്ഞിട്ടുള്ള 4 ഗോൾഡൻ റൂൾസ് പാലിക്കുമ്പോൾ കുറച്ചൊരു മാറ്റങ്ങൾ നമ്മളെ ലൈഫ് സ്റ്റൈലിൽ കൊണ്ടുവരേണ്ടി പറ്റും. പക്ഷേങ്കിൽ അത് ഫോളോ ചെയ്ത് പോകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഭയങ്കര ലൈഫ് ഈസിയാണെന്നുള്ളത്. പിന്നെ അസുഖം വരുന്നത് വളരെ കുറവായിരിക്കും. കാരണം നിങ്ങൾ ഇമ്മ്യൂണിറ്റി വർദ്ധിച്ചിട്ടുണ്ടാവും, പ്രതിരോധ ശേഷി. അപ്പോൾ പ്രതിരോധ ശേഷി വർദ്ധിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ മാനസികമായിട്ട് നല്ല സമാധാനം വരുന്നത് കാണാം. രോഗങ്ങൾ കുറവായിരിക്കും. നിങ്ങൾക്ക് എന്ത് ജോലിയാണോ ചെയ്യുന്നത് അതിന് കൃത്യമായിട്ട് പോകാനും വീട്ടിലേക്ക് വരുമാനം കൊണ്ടുവരാനും പറ്റുകയും ചെയ്യും. അസുഖങ്ങൾ കുറവാകുമ്പോൾ ഡോക്ടറോടൊക്കെ പോയി ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതും കുറവായിട്ടുണ്ടാവും. ഇനി എപ്പോഴും എന്തെങ്കിലും അസുഖം വരുമ്പം അക്യുപഞ്ചറിനെ പോയി കാണിക്കുന്നുണ്ടെന്ന് പോലുമില്ല. അവരെ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണോ അവർ ഉപദേശം തരുന്നത് അത് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വന്ന വിഷമം പെട്ടെന്ന് തന്നെ റിമൂവായി പോകുന്നത് കാണാം. ഏതൊരു സാധാരണക്കാർക്കും പറ്റിയ ഏറ്റവും നല്ല ചികിത്സാ രീതിയാണ് അക്യുപഞ്ചർ എന്ന് പറയുന്നത്. ഞാൻ അതിൻ്റെ അനുഭവസ്ഥയാണ്. എൻ്റെ ഭർത്താവിന് സാധാരണ കൂലിപ്പണിയായിരുന്നു. അപ്പോൾ ഞാൻ ചിന്തിക്കലുണ്ട്, എനിക്ക് ജോലി ഇല്ലായിരുന്നു, എങ്ങനെയാണ് അദ്ദേഹത്തിന്, അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ഓവർ തിങ്കിങ്, ടെൻഷൻ. അത് കാരണം ഞാൻ രോഗിയായി തീരുകയായിരുന്നു. എനിക്ക് പണിക്ക് പോകാൻ കഴിയുന്നില്ല, ഇങ്ങനെ ഒരു ചിന്തയും എൻ്റെ ഉള്ളിൽ കൊണ്ടുവരുന്നു. പക്ഷേ ഈ സംഭവം മാറിയതിന് ശേഷം ഞാൻ റിലാക്സ്ഡായി. അദ്ദേഹം ബ്ലെസ്ഡാണ്. കാരണം അദ്ദേഹത്തിന് ആ അസുഖങ്ങൾ വരുന്ന ഡ്യൂറേഷൻ കുറഞ്ഞു. കാരണം അറിയാലോ, നമുക്ക് വാർപ്പിൻ്റെ പണിയാകുമ്പോൾ ചൂടുണ്ടാവും, വെയിലുണ്ടാവും, വെയിൽ, മഴ, ഇതൊക്കെ മാറി മാറി തണുത്ത കാലാവസ്ഥ, ഇതൊക്കെ മാറി മാറി അവർക്ക് ശരിക്കും ഡയറക്റ്റായിട്ട് വെയിലിപ്പോൾ കൊള്ളുന്ന സമയം രാവിലെ മോർണിംഗ് ടു ഈവനിങ് വരെ വെയിൽ കൊണ്ട് പണിയെടുക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ശരീരത്തിന് ഒരുപാട് വ്യത്യാസങ്ങൾ വരും, ശരിക്കും രോഗാവസ്ഥ പോലെ വരുന്നത്. പക്ഷെ അതൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ 4 ഗോൾഡൻ റൂൾസ് പാലിക്കുമ്പോൾ പറ്റുന്നുണ്ട്. അപ്പോൾ അസുഖങ്ങളില്ലാതെ, ഇനിയിപ്പോൾ മഴ പെട്ടെന്ന് വന്നു എന്ന് ചോദിച്ചോ, അപ്പോഴും ജലദോഷമൊന്നും പിടിക്കുന്നില്ല, ഇമ്മ്യൂണിറ്റി കൂടുതലായിട്ട് കാണാം. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ശരിക്കും അവരിൽ നിന്നൊക്കെ വിട്ടുപോകുന്നത് കാണാം. അതുകൊണ്ടാണ് പറഞ്ഞത്, സാധാരണക്കാർക്ക് പൈസയില്ല ഡോക്ടറെ കാണിക്കാൻ ഇങ്ങനെ വിചാരിക്കുന്ന ആൾക്ക് ഏറ്റവും നന്നായിട്ട് ഫോളോ ചെയ്യാൻ പറ്റിയൊരു ജീവിതമാർഗ്ഗമാണ്
അക്യുപഞ്ചർ ചികിത്സ സ്വീകരിക്കാൻ പൈസ ഇല്ലെങ്കിൽ പോലും 4 ഗോൾഡൻ റൂൾസ് എന്ന് പറയുന്നത് നന്നായിട്ട് വിശന്നാൽ മാത്രം ഭക്ഷണം കഴിക്കുക. അത് ഇഷ്ടപ്പെട്ട രുചികളുള്ള ഭക്ഷണം കഴിക്കുന്നത് ഏറ്റവും നന്നായിരിക്കും. അതിൻ്റെ കൂടെ തന്നെ വെള്ളം കുടിക്കാതിരിക്കുക. പിന്നീട് ദാഹം വരുമ്പോൾ കിണറിലെ ശുദ്ധമായ പച്ചവെള്ളം മാത്രം ഇരുന്നു കൊണ്ട് ഓരോ കവിൾ കോളി കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എന്തെങ്കിലും ക്ഷീണം തോന്നുന്നൊക്കെയാണെങ്കിൽ അന്ന് മുഴുവൻ വിശ്രമം കൊടുക്കുക. അന്ന് വേറെ ജോലിയൊന്നും ചെയ്യാണ്ട് വിശ്രമിക്കുക. അതുപോലെ തന്നെ ഉറക്കം രാത്രി എന്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 9 മണി ആ ടൈം 10 മണിക്കുള്ളിൽ തീർച്ചയായിട്ടും കിടക്കാൻ ശ്രമിക്കണം. നമ്മളെപ്പോഴും പറയും ഉറക്കം വരുന്നില്ല എന്ന് വെച്ച് ഫോൺ സ്ക്രോൾ ചെയ്ത് കിടക്കും. അങ്ങനെയല്ല വേണ്ടത്. നമ്മൾ 9 മണിക്ക് തന്നെ നമുക്ക് ഇങ്ങനെ ഒരു ചിട്ടയിലൂടെ ജീവിക്കണം എന്ന് വിചാരിച്ചാൽ നമുക്ക് 9 മണിയാകുമ്പോൾ തന്നെ കിടന്ന് ആ ഒരു 9:30-10 മണിക്കുള്ളിൽ നമുക്ക് നിദ്രയിലേക്ക് ഉറങ്ങാൻ വേണ്ടി പറ്റും. അത് ഈ വിഷമങ്ങളൊക്കെ മാറിയാലാണ് നമുക്ക് സമാധാനത്തിൽ ഉറങ്ങാൻ പറ്റുക. ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു വ്യക്തി, ഓവർ തിങ്കിങ് എന്നെ പോലെയെല്ലാം ചിന്തിച്ച ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ടൈം ഉറങ്ങാൻ വേണ്ടിയിട്ട് വിഷമമായിരിക്കും. നേരെ മറിച്ച് ഇങ്ങനെ ഒരു ജീവിതശൈലിയിലേക്ക് വരുമ്പോൾ നമുക്ക് തന്നെ ഒരു സമാധാനം വരും. ഇത്രയേ ഉള്ളൂ ലൈഫ്, ഇത്ര ഈസി ആണെന്ന് കാണാൻ വേണ്ടി പറ്റും. ഒരു മരുന്നും വേണ്ട, ഒരു ഡോക്ടറടിക്കും പോണ്ട. നമ്മുടെ ലൈഫിൽ ഇപ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്, അത് ശാരീരികമായിക്കോട്ടെ മാനസികമായിക്കോട്ടെ, അതെല്ലാം മാറിപ്പോകുന്നത് കാണാൻ പറ്റും. ഞാൻ 2022 ചികിത്സ നേടിയതാണ്. ആ ടൈം മാത്രമേ അക്യുപഞ്ചറിനെ കാണിച്ചിട്ടുള്ളൂ, അക്യുപഞ്ചറിസ്റ്റിൻ്റെ എടുക്കുക. പക്ഷെ അതിനുശേഷം ഇന്ന് 2026 ഇതുവരെയും അസുഖം വരുമ്പോൾ അത് പെട്ടെന്ന് പോകുന്ന കാണാം. അദ്ദേഹത്തിനെ വിളിച്ചു ചോദിച്ചാലും ഇല്ലെങ്കിലും പെട്ടെന്ന് മാറിപ്പോകുന്നത് കാണാം. നമ്മൾ ആ പറയുന്ന കാര്യങ്ങൾ നന്നായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ലോകത്ത് ഏറ്റവും സുഖകരമായിട്ട് സാമ്പത്തിക ലാഭത്തോടു കൂടി ജീവിക്കാൻ വേണ്ടി പറ്റുന്ന ഞാൻ മനസ്സിലാക്കിയത്. ഓക്കെ, താങ്ക് യു.